നിങ്ങളൊന്നായോ? അപ്പോൾ മറ്റേ നിങ്ങളോ? നിങ്ങൾ സുഹൃത്തുക്കൾ, നിങ്ങൾ രണ്ടുപേരുമോ? അവളുടെ ഭർത്താവ് നിന്റെ കൂടെ? അപ്പം അത് ശരിയാ, അവരൊന്നിച്ചുള്ളപ്പോൾ മാത്രമേ അവർക്ക് സന്തോഷമുള്ളൂ. ഇവര് രണ്ടാകുമ്പോഴത്തേനും രണ്ട് സന്തോഷങ്ങളാണല്ലോ. അവിടെ ഒരു സന്തോഷം, ഇവിടെ മറ്റൊരു സന്തോഷം. രണ്ട് സന്തോഷങ്ങളും രണ്ടായിട്ട് നിൽക്കും. ഒന്നിച്ചിരിക്കുമ്പോൾ ഒരൊറ്റ സന്തോഷമല്ലേ വരത്തുള്ളൂ. ഇതിലിപ്പോൾ ആർക്കാണ് സന്തോഷം, ആർക്കാണ് സങ്കടം? എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂടുതൽ ഡെക്കറേഷനൊന്നുമില്ല, എല്ലാവർക്കും ഹാപ്പി ഓണം. തിരിച്ച് നിങ്ങളുടെ ഹാപ്പി ഓണം ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞാൻ കാത്തിരിക്കും സുഹൃത്തുക്കളെ. 2-3 ദിവസമായി ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു നൈസ് ഒരു തക്കുട് കുട്ടാപ്പി വീഡിയോ ആയിട്ട് വരണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ അപരാധം എൻ്റെ കൺമുന്നിൽപ്പെട്ടത്. എന്നാൽ പിന്നെ 2 പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ച് ഇത്രയും വരെ വന്നതാണ്. ഓണം ആയതുകൊണ്ട് ഇന്ന് നമ്മൾ ചില്ല് ബൈ പൊള്ളി കേട്ടോ. നമ്മൾ വല്ല കൂതറ പരിപാടിയൊന്നുമില്ല. അപ്പം നമുക്ക് ഒരു കൂതറ വിഷയം കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ. ഒരു പുഴുക്കുത്ത് വീഡിയോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ കണ്ടു, ഞാൻ ഈ കുടുംബശ്രീ = പരദൂഷണം എന്നർത്ഥം വരുന്ന രീതിയിൽ പറയുന്നു, അങ്ങനെ പറയരുത് എന്ന് പറയുന്നു. അതൊരു നമ്മൾ കളിയാക്കി പറയുന്നൊരു ഫ്രൈസാണ്. ഓക്കെ, എന്നിരുന്നാലും അത് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ആളുകൾക്ക് വിഷമം ഉണ്ടാക്കിയതിനെ തുടർന്ന് ഇന്ന് മുതൽ ആ ഒരു സാധനം നമ്മളിവിടെ ബാൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും വീഡിയോ കാണാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്മിനയുടെ ഭർത്താവാണ് ലല്ലു. ഭർത്താവാണോ ഭർത്താവായിരുന്നോ എന്തോ ഒന്ന്, അവർ ഭാര്യ ഭർത്താവായിരുന്നു ഏതോ ഒരു സമയത്ത്. അപ്പോൾ ഈ ലല്ലു എന്ന് പറയുന്നവന് ഒന്നിലധികം പ്രേമമുണ്ട്. ഇവൻ രാത്രി നമ്മളിൽ മന്മഥനാവും. ആ സെറ്റപ്പാവും. അങ്ങനെ ഇവൻ മന്മഥനായി സഫ എന്ന് പറയുന്നൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായി എന്ന് ഫസ്മിനെ അവകാശപ്പെട്ടു. ഫസ്മിനെ അവകാശപ്പെടുന്നതിൻ്റെ കൂടെ തന്നെ സഫയുടെ ഭർത്താവായിട്ടുള്ള മെഹനാസ് എന്ന് പറയുന്നവൻ ഈ ലല്ലുവും സഫയും തമ്മി വിഹിത ബന്ധത്തിലാണെന്ന് അവകാശപ്പെട്ടു. പക്ഷേ സഫ പറയുന്നത് എനിക്ക് വേണ്ടി കണ്ടുവരിക മാത്രമേ ഉള്ളൂ, ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല എന്നാണ് പറയുന്നത്. ഈ സഫ കിടിലം കേട്ടോ, കിടിലം എന്ന് പറഞ്ഞാൽ കാണാനൊരു ലുക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും കയ്യിലിരിപ്പ് വെറും ആണ്. പുള്ളിക്കാരി ആദ്യം മെഹനാസ് എന്ന ഭർത്താവിൽ നിന്നും ലല്ലു എന്നവനിലേക്ക് ചേക്കേറുന്നു. എന്നിട്ട് ലല്ലു എന്ന് പറയുന്നവൻ കൂതറയാണെന്നും പറഞ്ഞിട്ട് ഫസ്മിനെ എന്ന് പറയുന്ന സുഹൃത്തിലേക്ക് ചേക്കേറുന്നു. ഫസ്മിനെ എന്ന് പറഞ്ഞ സുഹൃത്തിനെ നിന്ന് ചേക്കേറി അവർ തമ്മിൽ ഒന്നിച്ച് ലൈവും കൂടാപ്പൊക്കെ ഇട്ടതിന് ശേഷം അവിടുന്ന് വീണ്ടും ലല്ലുവിലേക്ക് ചേക്കേറുന്നു. എന്തൊരു ചേക്കേറലാണിത്? ഈ ചേക്കേറി എങ്ങോട്ട് പോകുന്നത്? സുഹൃത്തിനും ആത്മാർത്ഥതയില്ല, ഭർത്താവിനും ആത്മാർത്ഥതയില്ല, കാമുകനിലും ആത്മാർത്ഥത ഉണ്ടെന്ന് അറിയത്തില്ല. ഇത് മൊത്തത്തിലൊരു ബർമൂഡ ട്രയാങ്കിൾ പോലെയാണ് ഇവരുടെ ഈ ഒരു യൂണിവേഴ്സ്. പോയി കഴിഞ്ഞാൽ നമ്മളെ കൂടെ പിടിച്ചു വലിച്ച് അതിനകത്തോട്ട് നമ്മുടെ കിളി പറ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ഒരു കിളികളും നക്ഷത്രങ്ങളൊക്കെ കടന്ന് പറക്കും. അതാണ് സാധനം. ഏതായാലും സഫ ഓണമായിട്ട് പ്രമാണിച്ച്, ഓണാഘോഷം വേണമല്ലോ, ഓണമല്ലമ്മനെ മവലിയൊക്കെ വരുന്നല്ലേ, ഓണാഘോഷമായി പ്രമാണിച്ച് സഫ ഒരു വീഡിയോ ഇട്ടു. ഈ വീഡിയോയ്ക്കകത്ത് ഞാനും ലല്ലു മുജ മാലു മുജ നഹി ചകട ചകട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ലല്ലുവുമായിട്ട് സുന്ദരി ചന്ദനി പൂവിരിഞ്ഞു ആ സാധനം ഇട്ടിട്ടൊരു പാട്ട് വന്നു. കാണാം, റീൽ കാണാം, ആദ്യം റീൽ കാണാം. ഓ, അനുരാഗത്തെ ഇവനാണോ അനുരാഗത്തെ നിറച്ചത്? കൊള്ളാം, നല്ലയാ. ഇവൻ സോഷ്യൽ മീഡിയയിൽ നല്ല ഇമേജ് ഉള്ള ഒരുത്തനാ. എനിക്ക് ഒരൊറ്റ സംശയമുള്ളൂ, അവൻ എങ്ങനെ പെണ്ണ് കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം. അത് എല്ലാം അവിഹിതം. ഇവിടെ മനുഷ്യന് ഹിതം പോലും കിട്ടുന്നില്ല. അപ്പോഴാണ് ഇതിനു വേണ്ടി എങ്ങനെ ഒപ്പിക്കുന്നവൻ. സോഷ്യൽ മീഡിയയിൽ മൊത്തം ചീത്തപ്പേര്, നാട് മൊത്തം ഇവനെ പ്ലേ ബോയ് എന്നുള്ളൊരു വിളിപ്പേര്. എന്നാൽ അവന് പെണ്ണുണ്ട്. ഇപ്പോഴത്തെ എത്രയോ സിംഗിൾ പെർസെന്റ് തെറ്റിദ്ധരിച്ച് നടക്കുന്നു. നീ ഒരു ക്രാഷ് കോഴ്സ് നടത്താൻ പറ്റുമോ? ഇതെങ്ങനെ ഈ ഒരു സെറ്റപ്പ് റെഡിയാക്കുന്നു എന്നുള്ളൊരു ടെക്നോളജി മനസ്സിലാക്കണമല്ലോ. ആത്മാവ് ഉള്ളിൽ മയങ്ങെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാരണം നോക്കി എന്നൊരു അടി കൊടുത്തതല്ലത്. സാരിയൊക്കെ ഇട്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ റൊമാൻറ്റിക് ആയിട്ട് ഒന്ന് തഴുകി മാറ്റിയ രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കരണക്കുറ്റിക്കുള്ള അടിയാകും. അങ്ങനെയാണല്ലോ ലല്ലുവിൻ്റെ ഒരു ഇതങ്ങനെയാണല്ലോ. കുഴപ്പമില്ല, നല്ല റൊമാൻറ്റിക് ആയിട്ടോ. കൊള്ളാം. ഓ, സ്നേഹത്തോടെ അവൻ്റെ ചുടു ചെവികളിൽ പിടിച്ചിട്ട് പോടാ, ഇനി വേറെ പെണ്ണിൻ്റെ അടുത്ത് പോടാ എന്ന് ചോദിക്കുന്നതല്ല. പിന്നെ തക്കുടി ബാബിക്കുട്ട അങ്ങനെ ക്യൂട്ട്നെസ് വരി മെഴുകുന്നൊരു സാധനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കുട്ടിയോ, ഈ സഫയുടെ കുട്ടി, മെഹനാസിൻ്റെ സഫയുടെ കുട്ടി, അപ്പം അവൻ ഡൈവേഴ്സ് കിട്ടിയവന്.
മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ ഇതങ്ങ്. ഇത് എന്തോന്നടാ ഇതൊക്കെ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സഫ എനിക്കൊന്നും പിടികിട്ടുന്നില്ല. സഫയുടെ ഒരു കേസ് ഇത് അങ്ങോട്ട് ചാടണ കൊച്ചിരമ്മ, ഇങ്ങോട്ട് സംഭവം മൊത്തത്തിൽ പിടികിട്ടുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറച്ച് നാളുകൾക്ക് മുമ്പേ സഫയും ലല്ലുവും തമ്മിൽ വിഹിതത്തിലാണെന്ന് പറഞ്ഞിട്ട് ഫസ്മിനെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്മിനെയും മെഹനാസിൻ രംഗത്ത് വന്നു, അവർ ജോയിൻ്റ് ആയിരുന്നു. എന്നിട്ട് ഈ ഫസ്മിന കുറച്ച് നാൾ ലല്ലുവിൻ്റെ കൂടെ നിന്നിട്ട്, ലല്ലുവിനെ എനിക്ക് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം മാത്രമേ ഉള്ളൂ, ഡ്രൈവർ ഇവിടെ കൊണ്ട് കാറിട്ടപ്പോൾ ഡ്രൈവറിൻ്റെ കൂടെ വന്നിരുത്താൻ അത്രേ ഉള്ളൂ, എനിക്ക് വലിയ പരിചയമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഫയ്ക്കൊരു കാറുണ്ട്. ആ കാർ ഒരു ഡ്രൈവർ ഓടിക്കുന്നു. ആ ഡ്രൈവറിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ലല്ലു ഇവരുടെ വീട്ടിൽ ബാഗ് വെക്കാനായിട്ട് കയറുന്നു, ജസ്റ്റ് ബാഗ് വെക്കാനായിട്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ ലല്ലുവിൻ്റെ ഭാര്യയായിട്ടുള്ള ഫസ്മിന ഇതൊരു വൻ പ്രശ്നമാക്കുന്നു, ഇവർ തമ്മിൽ അഭിഹിതമാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊന്നും ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യം കുറേ നാൾ ഫസ്മിനിക്കെതിരെ സംസാരിച്ചെങ്കിൽ പിന്നെ ഫസ്മിനിക്കൊപ്പം കൂടിച്ചേർന്നു ഈ സഫ. ഫസ്മിനിക്കൊപ്പം കൂടിച്ചേർന്ന് അവർ തമ്മിൽ 1-2 റീലുകൾ എടുത്തു. ആ റീലുകൾക്ക് ശേഷം വീണ്ടും ഇത്രയും വിവാദമായതിനു ശേഷം യവൻ്റെ കൂടെ ഇതൊരു ഫോട്ടോഷൂട്ടായിരിക്കും, ചിലപ്പോൾ ഫോട്ടോഷൂട്ടാണെന്ന് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ തമ്മിലുള്ള ലവ് റിവീൽ ചെയ്തതാണെന്ന് പറയും, എന്തൊരു ഇല്ലെങ്കിലും ആട്ടെ. അപ്പോൾ ഈ തൊലിക്കട്ടി ഗേമം ആമയുടെ തോടുണ്ടല്ലോ, അതിന് പോലും ഇത്രയും കട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഈ പറഞ്ഞ കഥയ്ക്കകത്ത് യവൻ്റെ അടുത്ത് നിന്ന് പ്രശ്നമായിട്ട് ഫസ്മിനയുടെ അടുത്ത് പോയല്ലോ, അപ്പോഴത്തെ റീല് കണ്ടാലോ? കാണാം. അതെ, നിങ്ങൾ ഒന്നിച്ചുള്ളപ്പോഴേ എല്ലാവർക്കും സന്തോഷമുള്ളൂ, നിങ്ങൾക്കും സന്തോഷമുള്ളൂ, നമുക്ക് സന്തോഷമുള്ളൂ, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? ഇപ്പൊ ആരുടെ കൂടെ ഒന്നിച്ചാ മൊത്തത്തിൽ ഇതൊക്കെ കാണുമ്പോൾ ഫസ്മിന പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഫസ്മിനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു, പക്ഷെ കറക്റ്റ് എല്ലാവരും ഒന്നിനൊന്നും മ്ലേച്ഛകരം. കണ്ട ഒരമ്മ പെറ്റ മക്കളെ പോലെ സമ്പന്നയായ 2 ഇരട്ട കുട്ടികൾ ഇരുന്ന് ചോറൊക്കെ വാരി കൊടുത്ത് തിന്ന് സ്നേഹിച്ച് അർമാദിച്ച്. ഇത് സ്നേഹിക്കുന്ന എപ്പോഴാ? യവളുടെ ഭർത്താവ് അവളുടെ കൂടെ പോയി, ഈ ഭർത്താവ് പോയവളും ഭർത്താവ് വന്നവളും കൂടെ ഒന്നായി ഫുഡ് കഴിയും. ഇത് പൊന്നടാവ്, ഇതൊക്കെ എങ്ങനെ സാധിക്കും ഈ സാധനങ്ങളൊക്കെ? അങ്ങനെ ബാക്കിയാണോ? കൂടെ നിന്ന് കുതികാൽ വെട്ടുക എന്ന രാഷ്ട്രീയത്തിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന വമ്പൻ ടെക്നിക്കാണ് സഫ ഇവിടെ പയറ്റി തെളിഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ. ഉണ്ണിയർച്ചകടയിൽ പോലുമില്ല ഇത്തരം വജ്രായുധങ്ങൾ. അങ്ങനെ പയറ്റി ഫസ്മിനെ സഫ തേച്ച് സഫ വീണ്ടും ഇവിടുന്ന് കാര്യങ്ങളൊക്കെ ചോർത്തി ലല്ലുവിൻ്റെ അടുത്ത് പോയി. കാര്യങ്ങളെല്ലാം അറിഞ്ഞ ശേഷം അവൻ്റെ അടുത്ത് പോകാൻ കാണിച്ചൊരു മനക്കെട്ടുണ്ടല്ലോ, അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിനെ തുടർന്ന് ഫസ്മിന് സ്റ്റോറി ഇടും, സ്വാഭാവികം. ഫസ്മിന് ഇന്ന് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് വീണ്ടും വീഡിയോ ഇട്ട് വരണമെന്ന് താല്പര്യമുള്ളവർ A അമർത്തു, വീഡിയോ ഇട്ട് വരണ്ടാന്ന് താല്പര്യമുള്ളവർ B അമർത്തു, മണിക്കുട്ടി ഇതാ ഓടി തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ സ്റ്റോറി കിട്ടണം. അപ്പോൾ വീഡിയോ വരും. ഫസ്മിനക്ക് ഇനി 2 മാസത്തേക്കുള്ള ലക്ഷങ്ങൾ സെറ്റ്, വരുമാനം സെറ്റ്. ഫസ്മിന് ഇനി സെറ്റ് ആയിക്കോളും, കുഴപ്പമില്ല. അത് ഫസ്മിനോട് ആയിരുന്നു, നമ്മൾ എത്രക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഫസ്മിന് ഇട്ട സ്റ്റോറി ഇതാണേ: സഫ ലല്ലു വീഡിയോ എനിക്ക് ഷെയർ ചെയ്യേണ്ട ആരും ഇങ്ങോട്ട് അത് വെച്ചോണ്ട് വരണ്ട, എൻ്റെ കണ്ണിൽ ഒരു കുരുവില്ല, ഞാനിത് കണ്ടു. ഇതാണ് ഫസ്മിന് ഉദ്ദേശിച്ച സാധനം. ഓക്കെ, I had forgiven her once because she had told me Lellu had used her sexually and for money and cheated her with other girls. സഫയോട് ഞാൻ ഒരു തവണ ക്ഷമിച്ചതാ. ഇതിനാ? അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് അവൻ ഇവളെയും പറ്റിച്ച് യവളുടെ നിന്ന് പൈസയും എടുത്ത് യവളെ ശാരീരികമായി ഉപയോഗിച്ച് മറ്റു പെണ്ണുങ്ങൾക്കും കൂടെ പോയി എന്ന് പറഞ്ഞ് ഇവൾ വന്നപ്പോൾ ഞാൻ വിശാല മനസ്കനായ ആശാത്തി ഈ സഫ എന്ന് പറയുന്ന അവളോട് ക്ഷമിച്ചാ ഞാൻ. എന്നിട്ടാണ് അവളുടെ അമ്മയുടെ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീട്, എന്നിട്ടാണ് അവൾ എന്നോട് ഈ പണി കാണിച്ചത് എന്നാണ് ഫസ്റ്റിൻ്റെ പറയുന്നത്. ബാക്കിയേക്കാം. ഐ ഹാവ് പ്രൂഫ് ഓഫ് ലല്ലു സെയിങ് സഫ യൂസസ് ഡ്രഗ്. സഫ ഡക്സ് ഉപയോഗിക്കുന്നു എന്നുള്ള സാധനം ലല്ലുവിനോട് പറഞ്ഞിട്ടുണ്ട്, അല്ല ഫസ്മിനോട് പറഞ്ഞിട്ടുണ്ട് ലല്ലു. ഓക്കെ, ഫസ്മിന ഡക്സ് ഉപയോഗിക്കുന്ന സാധനം ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഡയറിക്കത് ആരും പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. ഈ മെഹനാസ് എന്ന് പറയുന്നവനെ കണ്ടാലേ, അങ്ങനെ കണ്ട് പറയുന്നത് ശരിയല്ല, എന്നാലും അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടാലേ നമുക്ക് അങ്ങനെ ചില സംശയങ്ങൾ തോന്നും. ഈ ഫസ്മിനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രണയിച്ച ഈ ടൊപ്പി എന്ന് പറയുന്നവൻ, അവൻ ഈ പറയുന്ന കഞ്ചാ ഉള്ള പോയി അവൻ്റെ നഗ്ന വീഡിയോ കാണിച്ചെന്ന് പറഞ്ഞ് എവിടെ കൊള്ളുമില്ല. നിങ്ങളിതെല്ലാം കൂടെ എങ്ങനെ ചൂണ്ടയിട്ട് പിടിക്കും ഇത്തരത്തിലുള്ള ആളുകളെല്ലാം? അത് വല എറിഞ്ഞ് പിടിക്കുമോ? എല്ലാം ഒരേ ഗണത്തിൽപ്പെട്ട ആളുകൾ, എല്ലാവരും കൊള്ളും കേട്ടോ, ഒന്നിനൊന്നും വെച്ചും എല്ലാവരും സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡക്സ് ഉപയോഗിക്കലും
മറ്റേ കൈമാറ്റപ്പെടുത്തൽ നല്ല. ബാക്കി മെയ്ഡ് ഫോർ ഈച്ച് അതർ എക്സ്ട്രീം പ്രോമാക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഫസ്മിന സ്റ്റോറി ഇട്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല ഫസ്മിന മറ്റൊരു സ്റ്റോറിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പെങ്കൊച്ചിനെ സമ്മതിക്കണം കേട്ടോ. സ്വന്തം ഭർത്താവായിട്ടിരുന്ന ആള് കൺട്രോൾ മിററെല്ലാം കൂടെ പോകുന്നു, സ്വന്തം ഭാര്യയായിട്ടിരുന്ന ഫസ്മിന വേറെത്തിന്റെ കൂടെ ഒരു ജിം ബോയുടെ കൂടെ കണക്ട് ആവുന്നു. ഇനി അവൻ ടക്സ് എല്ലാം ഉപയോഗിക്കാറുണ്ടോ, അവൻ ചെക്കിലി ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ അറിയില്ല കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു സാധനം കൂടി ഇട്ടിരിക്കുന്നു. സഫയുടെ പേജിന്റെ ഒരു സ്ക്രീൻഷോട്ട് അതിന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ടേ. ഉളുപ്പില്ലാത്ത വാണമൊക്കെ slept with almost 8 of my friends recently and I stopped talking to her because she started sleeping all over Kochi. ഉച്ച കണ്ടവൻ അച്ചു വേണ്ടെന്ന് ഇടുന്നത് എന്തൊരു സാധനം ഇത്. അപ്പോൾ സഫയെക്കുറിച്ച് ഫസ്മിന് പറയുകയാണ്, ഫസ്മിനിക്കറിയാവുന്ന ഫസ്മിനിയുടെ 8ഓളം സുഹൃത്തുക്കളുടെ കൂടെ ഈ സഫ എന്ന് പറയുന്ന പെൺകുട്ടി കിടന്നുറങ്ങുന്നൊരു തെറ്റാണോ? അല്ല, കിടന്നുറങ്ങാൻ തെറ്റൊന്നുമല്ല. പിന്നെ സൂപ്പറാണ്. ഇതൊക്കെ കേൾക്കണം എൻ്റെ ദൈവമേ. ആൻറ്റി ഞാൻ അവളോട് സംസാരിക്കുന്നത് നിർത്തി, കാരണം അവൾ കൊച്ചു മൊത്തം ഓടി നടന്ന് കിടന്നുറങ്ങുകയാണ് എന്നാണ് പറയുന്നത്. അതായത് സാഫ ഒരു മോശപ്പെട്ട പെണ്ണാണെന്നാണ് ഫസ്മിന പറയണത്. ഓക്കെ, ബാക്കി പിടിച്ചങ്ങ് ബ്ലോക്കാക്കി, പേടിച്ചാണോ എന്താ ബ്ലോക്കാക്കി. ലാസ്റ്റ് ഡേ സോ ദിസ് ആൻഡ് ലല്ലു അറ്റ് കലൂർ. കലൂര് വെച്ചിട്ട് ഈ ലല്ലു എന്ന് പറയുന്നവന്, ഈ ചബ എന്ന് പറയുന്നവന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നേ, ഊപ്പറായിട്ടുണ്ടായിരുന്നേ, സന്തോഷമായിട്ടങ്ങ് ജീവിച്ചോണേ എന്നുള്ള സാധനമാണ് പറയുന്നത്. ഓക്കെ, യു ഗൈസ് ഡിസർവ് ഈച്ച് അതർ. സത്യം, നിങ്ങൾ പരസ്പരം അർഹിക്കുന്നു. ഒരു പ്ലേ ബോയ്ക്ക് ഒരു പ്ലേ ഗേളിനെ തന്നെ കിട്ടണം, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. ഇവൻ ഒരേ സമയം 2, 3, 4 പെണ്ണുങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരേ സമയം 3, 4, 5, 6 ആണുങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാം. യാതൊരു തെറ്റുമില്ല. അങ്ങനെ തന്നെ വേണം. ഇങ്ങനെയാണ് മറ്റേ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ, ഇവിടെ കുറേ സാധനങ്ങൾ, ഇതിൽ ചേരുന്നതിനെ നമ്മളിങ്ങനെ വരച്ച് ഇങ്ങനെ യോജിപ്പിക്കത്തില്ല. അതേപോലെ ഇവർ തമ്മിലാണ് യോജിക്കേണ്ടത്, ഇങ്ങനെയുള്ളവർ തമ്മിലാണ് യോജിക്കേണ്ടത്. ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കും ഫസ്മിൻ അങ്ങ് മദർ തെരേസയാണെന്നുള്ളത്. അല്ല, ഫസ്മിനെയും ഈ കാര്യം മോശമൊന്നും അല്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എനിക്കറിയത്തില്ല, സോഷ്യൽ മീഡിയയിൽ കേട്ടുള്ളവർ കേട്ടോ. കേട്ടറിവാണല്ലോ മുരുകിനെക്കാട്ടിലും വലിയ സത്യം എന്ന് പറയുന്ന കള്ളം. ബാക്കി വയ്ക്കാം. കാരണം 2 ആളുകളും പലരുടെയും കൂടെ പോകും, സ്വാഭാവികം. ഐ വിഷ് ആ ബേബി എങ്കിലും നന്നായിട്ട് ജീവിച്ചെങ്കിൽ. കൊച്ചിനെ നോക്കാൻ അറിയില്ലെങ്കിൽ എന്തിനാ മൈനാകം നീ ഒക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഉണ്ടായതായിരിക്കത്തില്ലല്ലോ. വേൾഡ് ഈസ് ഉണ്ടായത് ഫ്രം എ ബ്ലാക്ക് ബൂംബാം ആണല്ലോ. അപ്പം അങ്ങനെ ഉണ്ടായിപ്പോയതായിരിക്കും, അവരുടെ സന്തോഷത്തിലാണ് ഉണ്ടായിപ്പോയതായിരിക്കും. അപ്പം നമ്മളെന്ത് പറയാൻ പറ്റും? അതിന് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇതിനകത്തൊക്കെ നമ്മളിപ്പോൾ എന്ത് പറയാനാണിത്? എന്നാലും കൊള്ളാം. എനിക്ക് സഫയിൽ ഞാൻ വല്ലാണ്ട് ഇമ്പ്രസ് ആയി കേട്ടോ. അതായത് തൻ്റെ ഡ്രൈവറുടെ കൂടെ വന്ന് കണ്ടുപരിചയമുള്ള ഒരുത്തൻ്റെ കൂടെ ഇപ്പോൾ ഇങ്ങനൊരു റീല് ചെയ്യുമ്പോൾ ഈ ആളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിയപ്പോൾ തൊലിക്കെട്ട് കെങ്കേമം. ഇനി അന്ന് നമുക്കൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും, ഒന്ന് തിരിഞ്ഞു നോക്കാം. എല്ലാവരും ആലോചിച്ചോ, ഈ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ ഈ മെഹനാസ് എന്ന് പറയുന്നവൻ ഫസ്മിനയുടെ കൂടെ ചേർന്ന്, അതായത് സഫയുടെ ഭർത്താവ് ഫസ്മിനയുടെ കൂടെ ചേർന്ന്, ഈ ഫസ്മിന ലല്ലുവും സഫയും തമ്മിൽ പ്രണയത്തിലാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ജാവ സിമ്പിൾ അല്ലേ? മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ ഈ ഫസ്മിന ലല്ലുവും സഫയും ഒന്നാണെന്ന് പറഞ്ഞ സമയത്ത് ഈ സഫ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞൊരു സാധനം ഞാൻ കേൾപ്പിക്കാം. ഇത് ജാവ സിമ്പിൾ ആണെങ്കിലും ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് കേട്ടോ. നിങ്ങൾ കേട്ടോ. ലല്ലുവിനറിയോ? ലല്ലുവിനെ ഞാനിപ്പോൾ ഈ ഒരു ഇതിലാണ് പരിചയപ്പെട്ടത്. മീൻ തന്നെ വണ്ടി ഞാൻ ഒരാൾക്ക് ഊബർ ഡ്രൈവറിന് കൊടുത്തിട്ടുണ്ട്. അവന്റെ ഫ്രണ്ടായിരുന്നു ലല്ലു. ആ വഴിയാണ് ഞാനിപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ കോൺടാക്ട് ആയത്. അതുവരെ കോൺടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല. ലല്ലുവായിട്ട് ഒരു ബന്ധമില്ല, ഒരു പരിചയമില്ല? ഇല്ല. ഞാൻ ഈ വണ്ടി എന്റെ ഫ്രണ്ട് ഒരു ഊബർ ഡ്രൈവറിന് കൊടുത്തപ്പോൾ അവന്റെ ഫ്രണ്ടാണ് ഈ ലല്ലു. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു വണ്ടിപ്പരിചയം മാത്രമേ ഉള്ളൂ. ആ വണ്ടിപ്പരിചയത്തിൽ തുടങ്ങിയതാണ് ഇപ്പൊ ഈ ആത്മാർത്ഥ മിത്രമായിട്ടുള്ള പരിചയത്തിൽ വന്ന് നിൽക്കുന്നത്. പൊന്നടാവേ. ഇനി ഫസ്മിനെ കുറിച്ച് സഫ അന്ന് പറഞ്ഞ 1-2 ക്ലിപ്പുകൾ നമുക്കൊന്ന് കേട്ടല്ലോ. പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്ന ഈ കാര്യമില്ല, പാസ്റ്റ് ഈസ് പാസ്റ്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ പ്രസന്റിലും ഫ്യൂച്ചറിലും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഭാവിയും ഭൂതവും എല്ലാം കൂടെ കുത്തിപ്പൊക്കി ഈ ഭൂതത്തിനൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ പറഞ്ഞ ഭൂതകാലം നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് മനസ്സിലായതനുസരിച്ച് ഞാൻ ഇതുപോലൊരു പെണ്ണിനെ കണ്ടിട്ടില്ല. അത്രക്കും ഇത്രയും ഫസ്മിനെയും പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ പൊന്നടാവോ, ഇതുപോലൊരു മാരണത്തിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കിട്ടില്ലെന്ന്. നിങ്ങൾ കാര്യം ചെയ്യൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണ്ണാടി എടുത്ത് മുമ്പിൽ വെച്ചിട്ട് ഇതുപോലൊരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ എന്നും കൂടെ ഒന്ന് പറയുന്നത് നന്നാവും. സഫ ഒന്ന് ആലോചിക്കുക, സഫ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ശരിയാണോ? ഫസ്മിനെ ഒന്ന് ആലോചിക്കുക, ഫസ്മിന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? നിങ്ങൾ ആലോചിക്കുക, ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ?
നമ്മളെല്ലാവരും പ്രശ്നക്കാരാ. ഒരു സൈക്കോ ക്യാരക്ടർ മേനോടെ ഇവളുടെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഒരു സാമ്യമുണ്ട്. ഭയങ്കര ആ മെഹനുവിൻ്റെ ഇവളുടെ മെഹനു എന്ന് പറഞ്ഞാൽ ഇപ്പം സഫയുടെ ഭർത്താവ്. മെഹനുവിൻ്റെയും സഫീനയുടെയും ഫസ്മിനയുടെയും ക്യാരക്ടർ ഒന്നാ. അപ്പൊ പിന്നെ എൻ്റെയും ലല്ലുവിൻ്റെയും ക്യാരക്ടർ ഒന്നാ. ഇവിടെ ആർക്കാ പ്രശ്നം? ആരുണ്ടോ ഞങ്ങൾ രണ്ടുപേരോട് എതിർക്കാൻ? ആ ഒരു സെറ്റപ്പാ. നല്ലയാ നിങ്ങൾ കട്ടോ, പക്ഷെ ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കക്കരുത്. അന്ന് ശരിയാണ്, ഞാനും അവരും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് ഈ സാധനം നാറി, ഇന്ന് നിങ്ങൾ പോസിറ്റീവ് ആയനെ. പക്ഷെ ഇതിപ്പോൾ ഇന്ന് നാറി തുടങ്ങും. നിങ്ങളുടെ വന്നോണം നിന്നോണം പൊക്കോണം ആ ഒരു സെറ്റപ്പിലാകും ഈ ഒരു ഓണം. ഇപ്പൊ നമ്മളിപ്പോ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ പാർട്ട്ണറിന്റെ എന്തെങ്കിലും ഇഷ്യൂ പറയാം, ഇന്നതുകൊണ്ട് ഡിവോഴ്സ് ആയി പറയാം. അതിനുശേഷം ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ട് അവരെ തന്നെ സൂക്ഷിക്കുന്ന അവർക്കുള്ളൊരു ലൈഫ്, ആ ലൈഫാണല്ലേ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ലൈഫ്. അപ്പൊ പുരിയല്ലേ, ഇപ്പൊ എനിക്ക് എന്തൊക്കെയോ പുരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ലൈഫിന് വേണ്ടിയിട്ടാണ് ആ ലൈഫിൽ അന്ന് മറ്റൊരു ലൈഫ്. ഇതൊക്കെ ശിവനെ, ഇത് എന്തിനീ കൺട്രോൾ ആഞ്ജനേയ സ്വാമി. 25 വയസ്സായിട്ടുള്ള അവനിക്കും ഇല്ല ലൈഫ്. അവനിക്കും ഇല്ല ലൈഫ്. അവനിക്കോട് കാണിക്കുന്ന ഒരു കെയറിങ് ഉണ്ടോ? അവനിക്കോടുള്ള കെയറിങ് എന്തുകൊണ്ട് താങ്കളുടെ ഫസ്മിനെ ഇവളിക്കോട് കാണിച്ചില്ല? അവനിക്കോട് കാണിക്കുന്ന ഒരു ലൈഫ് താങ്കൾ എന്തുകൊണ്ട് താങ്കളുടെ ഭർത്താവായ മെഹനാസിനോട് കാണിച്ചില്ല? ഈ അവനിക്കും ഇവനിക്കും ഒക്കെ പോട്ട് നിങ്ങളുടെ കൊച്ചിനോട് എന്തെങ്കിലും മര്യാദ നിങ്ങൾ കാണിക്കുന്നുണ്ടോ? ഇതൊക്കെ ഇപ്പൊ ചോദിക്കും, ഇതൊക്കെ പറയാൻ നീ ആരാന്ന്. ശരി, ഞാനാരാ? നമുക്ക് കേൾക്കാം. നമുക്ക് ഗ്യാലറിയിൽ നിന്ന് കളി കാണാനേ പറ്റത്തുള്ളല്ലോ. അത് അവന്റെ ഫ്യൂച്ചറിനല്ലേ ബാധിക്കണം. ഇനിയിപ്പോ അവന്റെ ലൈഫ് അവനിക്ക് ഇഷ്ടം, ആർക്ക് മെസ്സേജ് ഇനി അവന്റെ ലൈഫ് അവനിക്ക് ഇഷ്ടം. അവനക്ക് ആർക്ക് വേണേലും അവനക്ക് മെസ്സേജ് അയക്കാം, എനക്കും മെസ്സേജ് അയക്കാം. അവനക്കും എനക്കും കൂടെ മെസ്സേജ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? എൻ്റെ കൂടെ ഇരിക്കുമ്പോഴും അവനക്ക് വേറെ മെസ്സേജ് അയക്കാം, അവനക്ക് കൂടെ ഇരിക്കുമ്പോഴും എനിക്കും വേറെ മെസ്സേജ് അയക്കാം. അതിനെന്താ പ്രശ്നം? എന്താ ആർക്കും ഇവിടെ പരാതി? ആർക്കാ ആർക്ക് വിളിക്കണം എന്നുള്ളത്? അത് ഇവളിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് എന്താ കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അവളുടെ ക്യാരക്ടർ. അതെ, ഇത് ഇത്രേ ഉള്ളൂ കാര്യം. അവൾക്ക് ഇങ്ങനെ വീഡിയോ ഇട്ടുന്നുണ്ട്, ഇതൊക്കെ തന്നെ കാര്യം. താങ്കൾക്ക് എന്ത് കാര്യം കിട്ടി? അവൾക്ക് മാണി, താങ്കൾക്കും മാണി, എനിക്കും മാണി. ഇത്രേ ഉള്ളൂ സംഭവം. കൊള്ളാടെ. ഞാൻ ശരിക്കും ചോദിക്കും, നിങ്ങൾക്കൊന്നും ഈ നാണം, മാനം, ഉളുപ്പ്, നാട്ടുകാർ കാണുമ്പോൾ ഇതിനകത്തൊരു നാണക്കേട് ഇതൊന്നുമില്ല. ഇന്ന് തൊലിക്കെട്ടി ഇത് ഈ സാധനം കുറച്ച് തരുമോ? കുറച്ച് സ്വല്പം ലേശം തുള്ളി സമ്മതിക്കണോ? എൻ്റെ പൊന്നളയാവേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാകത്തുണ്ടെങ്കിൽ അവരോടൊക്കെ തന്നെ പോയി ചോദിക്കുക. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. മറ്റൊരു വരെ ബൈ.